മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ ഇടുക്കി കുമളി ഒട്ടകത്തലമേട്ടിലെ ശ്രീനാരായണ ധർമാശ്രമം ജൽജീവൻ മിഷന് കുടിവെള്ള ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതിന് പ്രത്യുപകാരമായി സൗജന്യ വാട്ടർ കണക്ഷൻ നൽകുമെന്നായിരുന്നു മന്ത്രി പരസ്യമായി നൽകിയ വാഗ്ദാനം. 3 വർഷമായി ഈ വാക്ക് വിശ്വസിച്ച് ബില്ലടയ്ക്കാതിരുന്ന ആശ്രമത്തിന് കണക്ഷൻ വിച്ഛേദിക്കാതിരിക്കാനൊടുവിൽ 30,000-ഓളം രൂപ ഒരുമിച്ചടക്കേണ്ടി വന്നു എന്നാണ് ആശ്രമം അധികൃതർ പറയുന്നത്. 2023 ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കുടിവെള്ള ടാങ്ക് നിർമ്മിക്കാൻ ശ്രീനാരായണ ധർമാശ്രമം സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയത്. പദ്ധതി പൂർത്തിയാക്കി ഉദ്ഘാടന വേദിയിലായിരുന്നു ആശ്രമത്തിന് സൗജന്യമായി കുടിവെള്ളം നൽകുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം. ഉണ്ടായിരുന്ന കണക്ഷൻ വിച്ഛേദിച്ച് ജൽജീവൻ മിഷന്റെ പുതിയ കണക്ഷനും ധർമാശ്രമത്തിനു നൽകി. എന്നാൽ 2ാം മാസം മുതൽ ബില്ല് വന്നു തുടങ്ങി. ബില്ല് വരുന്നത് സാങ്കേതിക നടപടി മാത്രമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട്. എന്നാൽ കണക്ഷൻ വിച്ഛേദിക്കാതിരിക്കാൻ കുടിശ്ശിക അടയ്ക്കണമെന്ന് കാണിച്ച് ഒടുവിൽ നോട്ടീസ് ലഭിച്ചു. 30,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബില്ല് അടയ്ക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് ആശ്രമം. പ്രതിഷേധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ടാണ് ആശ്രമത്തിന്റെ തീരുമാനം. ബില്ല് വന്നത് മന്ത്രിയെ അറിയിച്ചപ്പോൾ പരിഹരിക്കുമെന്ന് 3 തവണ ഉറപ്പു നൽകി. ഒടുവിൽ കണക്ഷൻ വിച്ഛേദിക്കാതിരിക്കാൻ 29,200 രൂപ ഒന്നിച്ചടക്കേണ്ടി വന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുവേദിയിൽ പ്രഖ്യാപനം നടത്തി പറ്റിച്ചു എന്നാണ് ആശ്രമവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരുടെ ആരോപണം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.